മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന ട്വീറ്റുമായി തിരുവനന്തപുരത്ത് പരാജയപ്പെട്ട ബിജെപി സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ. പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, പക്ഷേ അങ്ങനെയായി. 3 വർഷം മോദിയുടെ ടീമിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. പിന്തുണച്ചവർക്കും എല്ലാ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും നന്ദി. എനിക്ക് ഇയാളോട് ഒന്നും പറയാനില്ല. പോകുന്നത് തിന്ന ചോറിന് നന്ദി ഇല്ലാഞ്ഞിട്ടുമല്ല. ബിജെപി പ്രവർത്തകനായി തുടരും എന്നായിരുന്നു ആദ്യ ട്വീറ്റ്. അല്പസമയത്തിനകം ട്വീറ്റ് ഡിലീറ്റ് ചെയ്ത രാജീവ് ചന്ദ്രശേഖർ MP എന്ന നിലയിലുള്ള 18 വർഷവും സഹമന്ത്രി എന്ന നിലയിലുള്ള 3 വർഷവുമാണ് അവസാനിക്കുന്നത് എന്ന് വിശദീകരിച്ചു. തന്റെ ടീമിലെ പുതിയ ഇന്റേൺ ട്വീറ്റ് ചെയ്തത് ആശയക്കുഴപ്പം ഉണ്ടാക്കി. A few moments later. അനിൽ ആന്റണിയുടെ പേരും ഒരു ഘട്ടത്തിൽ പരിഗണിച്ചിരുന്നു. പക്ഷേ പത്തനംതിട്ടയിലെ തോൽവിയാണ് അനിൽ ആന്റണിക്ക് ഈ ഘട്ടത്തിൽ തിരിച്ചടിയായതും ജോർജ് കുര്യനെ കൊണ്ടുവന്നുകൊണ്ടുള്ള മറ്റൊരു പരീക്ഷണത്തിലേക്ക് BJPയെ പ്രേരിപ്പിച്ചു. ഹലോ, ഈ കാറും തന്നു വിട്ടിരിക്കുന്നതേ കൂട്ടിക്കൊണ്ടു പോകാനാ. വേഗം വാ, പോയേക്കാം. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.